ഹായ് ഡിയേഴ്സ്, ക്രിസ്മസ് ഒക്കെ ഇതാ ആവാനായല്ലോ. അപ്പോൾ നമുക്കൊരു പ്ലം കേക്കൊക്കെ ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റമ്മും ബട്ടറും ഒന്നും ചേർക്കാതെയാണ് ഇന്ന് പ്ലം കേക്ക് ചെയ്യുന്നത്. ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കാറ് ബട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് റൈസിൻസ് എടുത്തിട്ടുണ്ട്. യെല്ലോയും ബ്ലാക്കും രണ്ടും കൂടി മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 4 ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് നട്ട്സാണ്. ഞാൻ കാഷ്യൂവും ബദാമും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർക്കാം. ഇതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുത്തതാണിത്. അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. ഒരു ദിവസം ഒന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇതിലുള്ള ഓറഞ്ചിൻ്റെ ഈ ജ്യൂസൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഇത് നട്ട്സ് എല്ലാം ഞാൻ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ കണ്ടല്ലോ, ഇതിലുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസെല്ലാം നട്ട്സുമായിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇത് ഡ്രൈ ആയി വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലായിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇതാ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് വീതം ഗ്രാമ്പു പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, കറുകപ്പട്ട പൊടിച്ചത്, അതുപോലെ ചുക്ക് പൊടിച്ചത്, അതുപോലെ ഒരു പിഞ്ച് ഉപ്പ്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ജാതിക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഒരു പിഞ്ച് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് 3 തവണ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. നല്ലപോലെ ഇത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 തവണ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നട്ട്സൊക്കെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മൈദ മിക്സിൽ നിന്ന് 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ അല്ലാതെ വേറെ 2 ടീസ്പൂൺ മൈദ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഈ മൈദയിൽ കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നട്ട്സ് എല്ലാം താഴെ പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദയിൽ കോട്ട് ചെയ്യുന്നത്. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. അതിനായി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഏകദേശം കളർ മാറി വരുന്നുണ്ട്. ആ സമയത്ത് ഒരു കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം ചേർക്കുന്ന സമയത്ത് മുകളിലേക്ക് ഒരു ആവി ഇതുപോലെ വരും, അത് ശ്രദ്ധിക്കണം. തൊട്ടടുത്ത് മുഖം വെച്ചിട്ട് വെള്ളം ഒഴിക്കരുത്, എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ച സമയത്ത് ഇതാ ഇതുപോലെ ചിലപ്പം കട്ടയായി വരും. അത് സാരമില്ല, കുറച്ച് സമയം ഒന്ന് ചൂടാക്കുന്ന സമയത്ത് നല്ലപോലെ മെൽറ്റായി കിട്ടും. ഇതാ ഇപ്പോൾ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടി തിക്കായി വരും. ഇനി നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചത് ചേർക്കണം. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് പതഞ്ഞ് പൊന്തി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചായി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ പതപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ എഗ്ഗ് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരിക്കലും തണുപ്പുള്ളത് ചേർക്കരുത്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള എഗ്ഗ് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇത് നല്ലപോലെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് നല്ലപോലെ പൊങ്ങി കിട്ടും. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ തെറിക്കുന്നത് ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് വടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കാം. ചെറുതായി കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം.
ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളഭാഗം ചേരാതെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ടൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ കൂട്ട് കുറച്ചായി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതലിട്ട് മിക്സ് ചെയ്യരുത്, സൂക്ഷിച്ച് മിക്സ് ചെയ്യണം. സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ബാറ്റർ കുറച്ചുകൂടി തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇത് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുന്നത് ബാറ്റർ. കൂടുതൽ തിക്കായി വരില്ല. ഇപ്പോൾ ഞാൻ മൈദ എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതായത് 80 ml ഓയിലാണ്. ഇത് 2 തവണയായി ചേർത്ത് നല്ലപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആക്കണം. ഓയിലെല്ലാം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ഇതുപോലെ 2 ബാച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കി എടുക്കണം. കാരമൽ സിറപ്പൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇതാ കാരമൽ സിറപ്പ് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കുന്ന സമയത്ത് ഈ കളർ ഒന്ന് മാറി കിട്ടും. കേക്കിൻ്റെ ആ ഒരു വൈറ്റ് കളർ കുറച്ചൊരു ബ്രൗൺ കളറിലേക്ക് മാറും. വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് ഷുഗർ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർത്തതിന് ശേഷം ഒരുപാട് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഈ സമയത്ത് തന്നെ നമുക്ക് ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം 180 ഡിഗ്രിയിൽ. ഇനി കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ടിന്നിൽ ആദ്യം ഓയിലൊന്ന് തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ വെച്ച് നോക്കിയാൽ ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത ദിവസം കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് വരുന്നത്. അത് ഏതൊരു പ്ലം കേക്കിനും അങ്ങനെ തന്നെയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നല്ല പോലെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.